നമസ്തേ. 5 മാസം ശമ്പളം മുടങ്ങി. ഓണം മുടങ്ങില്ലെന്നുറപ്പാക്കി സുരേഷ് ഗോപി. 54 കുടുംബശ്രീ ജീവനക്കാർക്ക് 32 ലക്ഷം രൂപയുടെ കൈത്താങ്ങ്. 5 മാസം ശമ്പളം മുടങ്ങി കടം വാങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഒടുവിൽ കടം ചോദിച്ചാൽ പോലും ആരും തരാത്ത അവസ്ഥ. വാടക കൊടുക്കണം, വീട്ടുചെലവ് നോക്കണം, കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റണം. അതിനിടയിൽ ഓണമെത്തി. ആഘോഷിക്കാനുള്ള പണം മാത്രമല്ല, നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനം പോലും ഇല്ലാത്ത അവസ്ഥ. അങ്ങനെയൊരു നിസ്സഹായതയിൽ സഹായം തേടിയെത്തിയ 54 കുടുംബശ്രീ ജീവനക്കാരുടെ മുന്നിൽ ഒരു കേന്ദ്രമന്ത്രി നിന്നപ്പോൾ അത് വെറും ഒരു രാഷ്ട്രീയ ഇടപെടലായി മാറിയില്ല. മനുഷ്യന്റെ വേദന മനസ്സിലാക്കിയ ഒരു മനുഷ്യന്റെ അടിയന്തര ഇടപെടലായി അത് മാറുകയായിരുന്നു. ആ വീഡിയോ ഒന്ന് കാണാം. 32 lakhs ഞാൻ ഇപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊടുത്ത് എനിക്ക് റീഇംബേഴ്സ് ഞങ്ങൾക്ക് ഓണമാണ്, ഞങ്ങൾക്ക് ഓണം ഉണ്ണാൻ മുടക്കം വരുത്തിയിട്ടുണ്ടോ? ഓപ്പണായിട്ട് പറ. മോദി പൈസ തരുന്നില്ല എന്ന് പറ. അതല്ല, ഇവരുടെ ടൂറിസത്തിൽ നിന്ന് വരുന്ന ഫണ്ടാണ്. അപ്പൊ അതിൽ ആദ്യത്തെ 1.5 മാസത്തെ അവർ കൊടുത്തു, ബാക്കി ഓർഡർ ആയിട്ടുണ്ട്. നാളായിട്ട് വരും. അത് ഇനിയിപ്പോ തിങ്കളാഴ്ച ഞങ്ങൾക്കിപ്പോ ഉത്സവത്തെയൊക്കെ അലോട്ട് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ വീണ്ടും റിമൈൻഡർ ലെറ്റർ വീണ്ടും കൊടുത്തിട്ടുണ്ട്. എത്രയാണ് വരേണ്ടത്? അതല്ല, ഇപ്പൊ എത്രയാണ് അവർക്ക് വന്നാൽ കൊടുക്കാൻ പറ്റുന്ന ഓണത്തിന് മുമ്പ്? എത്ര എമൗണ്ടാണ്? നിങ്ങൾ ട്രഷറിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാശ് അവർക്ക് ഡിസ്ബേഴ്സ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന കാശ് എത്രയാണ്? 54 പേർ 15 4 മാസമല്ലേ മുടക്കാം? 32 lakhs ഞാൻ ഇപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊടുത്ത് എനിക്ക് റീഇംബേഴ്സ് ട്രഷറിക്ക് അതിന്റേതായ ചില ഡിഫിക്കൽട്ടീസ് ഉണ്ട്, എനിക്കറിയാം. അപ്പൊ let us not put pressure on the treasury. You have this money, you give it to them for Onam celebration. Instead, you have to assure me that you will reimburse it. Done? Done? സാർ ഒരു അക്കൗണ്ടിലേക്ക് പറഞ്ഞാൽ മതി. ഒരു അക്കൗണ്ടിൽ സാർ ഇടും, അത് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടേത് എല്ലാവരുടെയും. ഒരുപാട് സന്തോഷമായി. ഞങ്ങൾക്ക് ഒരു മാർഗ്ഗമില്ലാതെ 5-6 മാസം കൊണ്ട് ഞങ്ങൾ കിടന്ന് പാടുപെടുവാണ്. ഒരു വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവരാണ്, ഒറ്റടുത്തൊരു വിലയെടുത്തുകൊണ്ടൊന്നും ജീവിക്കുന്നവരാണ്, അന്നന്ന് കഴിയാൻ പോലും നിവർത്തിയില്ലാത്തവരാണ്. അപ്പൊ ഞങ്ങൾ കടം മേടിച്ച് കുഴഞ്ഞ് ഇനി കടം തരാൻ ആരുമില്ല ഞങ്ങൾക്ക്. അപ്പൊ ഇപ്പൊ സുരേഷ് ഗോപി സാർ വന്ന് ഇത്രയും ചെയ്തു തന്നെ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ആലപ്പുഴ നഗരസഭയിലെ സംസ്ഥാനത്ത് ആർക്കും പൈസ വന്നിട്ടില്ല. 14 ജില്ലയ്ക്കും വന്നിട്ടില്ല. ഓക്കെ. സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന ആലപ്പുഴയിലെ കുടുംബശ്രീ ജീവനക്കാരുടെ 5 മാസത്തെ ശമ്പള കുടിശ്ശികയാണ് വലിയ പ്രതിസന്ധിയായി മാറിയത്. മാസങ്ങളായി ശമ്പളം ലഭിക്കാത്തതോടെ പല കുടുംബങ്ങളും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. അന്നന്നത്തെ വരുമാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് പലരും. വാടക വീടുകളിൽ കഴിയുന്നവരുമുണ്ട്. കടം വാങ്ങിയാണ് പലരും ഭക്ഷണം പോലും കണ്ടെത്തിയത്. എന്നാൽ കടം വാങ്ങാനുള്ള പരിധിയും കഴിഞ്ഞിരുന്നു. ഓണം അടുത്തെത്തിയപ്പോഴാണ് ഈ പ്രതിസന്ധിയുടെ ആഴം കൂടുതൽ വ്യക്തമാകുന്നത്. ഓണം കേരളത്തിന്റെ ആഘോഷമാണ്. സാധാരണക്കാരന്റെ വീട്ടിൽ പോലും ഒരു ഓണക്കോടിയും ഒരു സദ്യയും കുടുംബത്തോടൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങളും ഉണ്ടാകണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ 5 മാസം ശമ്പളം ലഭിക്കാത്ത ഒരു കുടുംബത്തിന് ഓണം എന്നത് ബാധ്യതയാണ്, ആഘോഷമല്ല, മറിച്ച് മറ്റൊരു സാമ്പത്തിക ബാധ്യത. അത്തരമൊരു സാഹചര്യത്തിലാണ് ജീവനക്കാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മുന്നിലെത്തിയത്. പരാതി കേട്ട് പിരിഞ്ഞു പോവുകയായിരുന്നില്ല സുരേഷ് ഗോപി ചെയ്തത്. ഇപ്പോൾ എത്രയാണ് നൽകാനുള്ളത്, ഓണത്തിന് മുമ്പ് നൽകാൻ കഴിയുന്നത് എത്രയാണ് എന്നായിരുന്നു അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ചോദിച്ചത്. ജീവനക്കാർക്ക് ഉടൻ ലഭ്യമാക്കാൻ കഴിയുന്ന തുക എത്രയെന്ന് അദ്ദേഹം കൃത്യമായി അന്വേഷിച്ചു. ട്രഷറിയിൽ കിടക്കുന്ന പണം എത്രയാണെന്നും അനുവദിച്ച തുക എപ്പോൾ അക്കൗണ്ടിലെത്തുമെന്നും അദ്ദേഹം ചോദിച്ചു. ടൂറിസം ഫണ്ടിൽ നിന്നുള്ള തുകയിൽ ആദ്യ 1.5 മാസത്തെ തുക നൽകിയിട്ടുണ്ടെന്നും ബാക്കിയുള്ള തുക നാളെയോ തിങ്കളാഴ്ചയോ അക്കൗണ്ടിലെത്തുന്ന വിധത്തിൽ അലോട്ട് ചെയ്തിട്ടുണ്ടെന്നും അധികൃതർ വിശദീകരിച്ചു. എന്നാൽ അതുവരെ കാത്തിരിക്കാനുള്ള സാഹചര്യമല്ല ജീവനക്കാരുടേത് എന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കി. അവിടെയാണ് അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ യഥാർത്ഥ വലുപ്പം വ്യക്തമാകുന്നത്. 54 ജീവനക്കാർക്ക് ഓണം ആഘോഷിക്കാനായി 32 ലക്ഷം രൂപ സ്വന്തം കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ അദ്ദേഹം നൽകുകയായിരുന്നു.
രാഷ്ട്രീയ വേദികളിൽ പ്രസംഗിക്കുന്നത് ഒന്നാണ്, ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നത് മറ്റൊന്നാണ്. എന്നാൽ ഒരു കൂട്ടം സാധാരണക്കാരുടെ മുന്നിൽ അവരുടെ അടിയന്തര ആവശ്യം മനസ്സിലാക്കി സ്വന്തം പണത്തിൽ നിന്ന് താൽക്കാലികമായി പണം നൽകാൻ തയ്യാറാകുന്നത് മറ്റൊരു തരത്തിലുള്ള ഇടപെടലാണ്. 5 മാസം ശമ്പളം കിട്ടാത്തവരോട് കാത്തിരിക്കൂ എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ച വ്യക്തിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ വാക്കുകളിലും അതേ മനോഭാവം വ്യക്തമായിരുന്നു. 5 മാസത്തെ ശമ്പളം മുടങ്ങിയ സാഹചര്യത്തിൽ 54 പേർക്ക് നൽകാനായി 32 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ നൽകിയെന്നും തനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നറിയാമെന്നും എന്നാൽ അനാവശ്യമായി ജീവനക്കാരിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇപ്പോൾ കൈവശമുള്ള പണം ഓണാഘോഷത്തിനായി ഇവർക്ക് നൽകണമെന്നും പിന്നീട് തുക അക്കൗണ്ടിലേക്ക് തിരികെ ക്രമീകരിക്കാമെന്ന് ഉറപ്പു നൽകിയാൽ മതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 32 ലക്ഷം രൂപയുടെ കണക്ക് മാത്രമല്ല, അതിന് പിന്നിലുള്ള മനസ്സാണ്. ഒരു കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ വലിയ പ്രസംഗങ്ങൾ ആവശ്യമില്ല. അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവർ പറയുന്ന വാക്കുകൾ കേൾക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മതി. ശമ്പളം കിട്ടാത്തതിന്റെ വേദന, കടം വാങ്ങി മടുത്തതിന്റെ നിസ്സഹായത, ഇനി ആരോടാണ് കടം ചോദിക്കേണ്ടതെന്നറിയാത്ത അവസ്ഥ, ഇതൊക്കെ ജീവനക്കാർ വിശദീകരിച്ചപ്പോൾ അത് കേട്ട് ഉടൻ പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കുന്ന ഒരാൾക്ക് സാധാരണക്കാരന്റെ വേദന മനസ്സിലാകണമെങ്കിൽ ആദ്യം മനുഷ്യന്റെ മനസ്സുണ്ടാകണം. ഈ സംഭവത്തിൽ സുരേഷ് ഗോപി കാണിച്ചത് അതാണ് അദ്ദേഹത്തെ ഏറ്റവും വലിയവനാക്കുന്നത്. രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, നേതാക്കളുടെ നിലപാടുകളോട് യോജിക്കാം, വിയോജിക്കാം. എന്നാൽ ഒരു വ്യക്തി ബുദ്ധിമുട്ടുന്ന സമയത്ത് സഹായിക്കാൻ കൈനീട്ടുന്ന മനസ്സിനെ രാഷ്ട്രീയത്തിന്റെ കണ്ണടയിലൂടെ മാത്രം കാണേണ്ടതില്ല. സഹായം ആവശ്യപ്പെട്ട് മുന്നിലെത്തിയ 54 കുടുംബങ്ങൾക്ക് ആ നിമിഷം രാഷ്ട്രീയമല്ല വേണ്ടിയിരുന്നത്, ഒരു കൈത്താങ്ങായിരുന്നു. ആ കൈത്താങ്ങാകാൻ സുരേഷ് ഗോപി തയ്യാറായി. ജീവനക്കാരുടെ വാക്കുകളിലും അതിൻ്റെ പ്രതിഫലനമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. 5-6 മാസമായി കിടന്നു പെടാപ്പാടുപെടുകയാണ്. വാടക വീട്ടിൽ താമസിക്കുന്നവരും അന്നന്നത്തെ വേല ചെയ്ത് ജീവിക്കുന്നവരുമാണ് ഞങ്ങൾ. അന്നന്ന് കഴിയാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലായിരുന്നു. പലരോടും കടം വാങ്ങി ഇപ്പോൾ കടം തരാൻ പോലും ആരുമില്ല. ഇത് വെറും ഒരു പരാതിയല്ല, കേരളത്തിലെ ഒരു വിഭാഗം സാധാരണ തൊഴിലാളികളുടെ ജീവിത യാഥാർത്ഥ്യത്തിന്റെ നേർചിത്രമാണ്. ശമ്പളം എന്നത് ഒരു ജീവനക്കാരന് വെറും മാസ വരുമാനമല്ല, അത് വീട്ടിലെ ഭക്ഷണമാണ്, കുട്ടികളുടെ പഠനച്ചെലവാണ്, വീട്ടുവാടകയാണ്, മരുന്നിനുള്ള പണമാണ്, യാത്രാ ചെലവാണ്, കടം തിരിച്ചടയ്ക്കാനുള്ള തുകയാണ്. അതുകൊണ്ട് തന്നെ മാസങ്ങളോളം ശമ്പളം മുടങ്ങുമ്പോൾ അതിൻ്റെ ആഘാതം ഒരാളിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഒരു കുടുംബം മുഴുവൻ അതിൻ്റെ ഭാരം ഏറ്റേണ്ടി വരും. അങ്ങനെയുള്ള കുടുംബങ്ങളുടെ മുന്നിലാണ് ഓണം എത്തിയത്. ഓണം ആഘോഷിക്കാൻ പണം വേണം എന്നതിനേക്കാൾ വലിയ ആവശ്യം ഓണം വരുന്നതിന് മുമ്പ് ജീവിതം ഒന്ന് ശ്വാസമെടുക്കണം എന്നതായിരുന്നു. അത് മനസ്സിലാക്കിയ സുരേഷ് ഗോപി ഉദ്യോഗസ്ഥരോട് പണം എവിടെയാണെന്നും എപ്പോൾ ലഭിക്കുമെന്നും അന്വേഷിച്ച ശേഷം കാത്തു നിൽക്കാതെ സ്വന്തം നിലയിൽ ഇടപെട്ടു. ഇവിടെ മറ്റൊരു കാര്യവും ശ്രദ്ധേയമാണ്. അദ്ദേഹം സഹായം നൽകിയതിനെ ഒരു സ്ഥിര പരിഹാരമായി അവതരിപ്പിച്ചില്ല. സർക്കാർ ഫണ്ട് എത്തുമ്പോൾ ആ തുക തിരിച്ചടയ്ക്കാമെന്ന രീതിയിലാണ് താൽക്കാലികമായി 32 ലക്ഷം രൂപ നൽകിയത്. അതായത് പ്രശ്നത്തിന്റെ ഭരണപരമായ പരിഹാരം വരുന്നതുവരെ ജീവനക്കാർ പട്ടിണിയിലും കടബാധിതയിലും കഴിയരുതെന്ന അടിയന്തര മനുഷ്യത്വപരമായ ഇടപെടൽ. ഒരു കേന്ദ്രമന്ത്രിയുടെ ഇടപെടലിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് ഫയലുകൾ പരിശോധിക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകാനും മാത്രമാകാം. എന്നാൽ ഇവിടെ അതിനപ്പുറത്തേക്ക് പോയ ഒരു സമീപനമാണ് കാണാനായത്. ആദ്യം മനുഷ്യനെ രക്ഷിക്കുക, പിന്നെ ഫയൽ ശരിയാക്കാം എന്ന സന്ദേശമാണ് ഈ ഇടപെടലിലൂടെ ഉയരുന്നത്. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് പലവിധ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ പിന്തുണയ്ക്കുന്നവരും വിമർശിക്കുന്നവരും ഉണ്ടാകാം. എന്നാൽ രാഷ്ട്രീയത്തിനപ്പുറം ഒരു വ്യക്തിയുടെ മാനുഷിക ഇടപെടലിനെ വിലയിരുത്തുമ്പോൾ ഈ സംഭവം വേറിട്ട് നിൽക്കുന്നു. കാരണം ഇവിടെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാനും പ്രസംഗിക്കാനും മാത്രമല്ല അദ്ദേഹം തയ്യാറായത്. കരഞ്ഞുകൊണ്ട് സഹായം ചോദിച്ച സാധാരണക്കാരുടെ പ്രശ്നം തന്റെ പ്രശ്നമായി കാണാനാണ് അദ്ദേഹം തയ്യാറായത്. 54 കുടുംബങ്ങൾ, 5 മാസത്തെ ശമ്പള കുടിശ്ശിക, ഓണം വാതിൽക്കൽ, കയ്യിൽ പണമില്ല, കടം വാങ്ങാൻ ആളില്ല. ഈ സാഹചര്യത്തിൽ ലഭിച്ച 32 ലക്ഷം രൂപ അവർക്ക് വെറും പണമല്ല, അതൊരു ആശ്വാസമാണ്. അതൊരു ഓണക്കാലത്തെ ആശ്വാസമാണ്. അതൊരു കുടുംബത്തിന് ഭക്ഷണമാണ്, ഒരു കുട്ടിയുടെ മുഖത്തെ പുഞ്ചിരിയാണ്, ഒരു വീട്ടിലെ വാടക അടയ്ക്കാനുള്ള വഴിയാണ്, കടം ചോദിച്ച് അപമാനിതരാകേണ്ടി വരാതിരിക്കാനുള്ള ഒരു ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ജീവനക്കാർ സുരേഷ് ഗോപിയോട് നന്ദി പറഞ്ഞത്. ഇത്രയും സഹായം ചെയ്തു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന അവരുടെ വാക്കുകളിൽ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമില്ല. നാളുകളായി അനുഭവിച്ച വേദനയ്ക്ക് ഇടയിൽ ലഭിച്ച ആശ്വാസത്തിന്റെ സ്വാഭാവിക നന്ദിയുണ്ട്. സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഡെസ്റ്റിനേഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ട തുക ലഭിച്ചിട്ടില്ലെന്ന ജീവനക്കാരുടെ പരാതിയും ഗൗരവമുള്ളതാണ്. ഫണ്ട് അനുവദിക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലും ഉണ്ടാകുന്ന കാലതാമസം ഒടുവിൽ ബാധിക്കുന്നത് ഓഫീസിലെ ഫയലുകളെയല്ല, താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന മനുഷ്യരെയാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ 32 ലക്ഷം രൂപ നൽകിയതിൽ മാത്രം കാര്യം അവസാനിക്കരുത്. ശമ്പളം മാസങ്ങളോളം മുടങ്ങുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? ഫണ്ട് അനുവദിച്ചിട്ടും ജീവനക്കാരുടെ കൈകളിലെത്താൻ വൈകുന്നത് എന്തുകൊണ്ട്? ഇത്തരമൊരു പ്രതിസന്ധി ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്താണ് സ്ഥിര പരിഹാരം? ഈ
ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടാകണം. എങ്കിലും ആ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിന് മുമ്പ് ഒരു കാര്യത്തെ അംഗീകരിക്കേണ്ടതുണ്ട്. പ്രശ്നമുണ്ടായപ്പോൾ സഹായിക്കാൻ ഒരാൾ മുന്നോട്ട് വന്നു. അത് രാഷ്ട്രീയ പ്രസംഗങ്ങളിലൂടെ മാത്രമല്ല, പ്രവൃത്തിയിലൂടെയായിരുന്നു. ഓണം എന്നത് എല്ലാവർക്കും ഒരുപോലെ സന്തോഷം നൽകേണ്ട സമയമാണ്. ആ സന്തോഷം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നഷ്ടപ്പെടുന്ന 54 കുടുംബങ്ങളുടെ മുന്നിൽ ഒരു കൈത്താങ്ങായി സുരേഷ് ഗോപി നിന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ശമ്പള കുടിശ്ശിക വാർത്തയായി മാത്രം കാണേണ്ടതില്ല. ഇത് അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സാധാരണക്കാരന്റെ വേദന കണ്ടപ്പോൾ എടുത്ത ഒരു മാനുഷിക തീരുമാനത്തിന്റെ കഥ കൂടിയാണ്. രാഷ്ട്രീയത്തിൽ വാക്കുകൾ ഒരുപാട് കേൾക്കാം, വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒരുപാടുണ്ടാകും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ വാക്കുകളേക്കാൾ വലിയ ഒരു മറുപടി ഒരു സഹായ ഹസ്തമാണ്. ആലപ്പുഴയിലെ ഈ 54 കുടുംബശ്രീ ജീവനക്കാർക്ക് അന്ന് ലഭിച്ചത് അതായിരുന്നു. 5 മാസത്തെ ശമ്പള കുടിശ്ശികയുടെ വേദന ഒരൊറ്റ ദിവസം കൊണ്ട് തീർന്നില്ലെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ഉറപ്പ് അവർക്ക് ലഭിച്ചു. അതാണ് ഈ സംഭവത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. സഹായം ചോദിച്ചെത്തിയവരോട് കാത്തിരിക്കൂ എന്ന് പറയാതെ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ച സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ആ നിമിഷം ഒരു സാധാരണ മനുഷ്യന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ മനുഷ്യനായി മാറുകയായിരുന്നു. ഓണത്തിന്റെ യഥാർത്ഥ അർത്ഥവും ഒരുപക്ഷെ ഇതുതന്നെയാണ്. സ്വന്തം സന്തോഷം മാത്രം ആഘോഷിക്കുന്നതല്ല ഓണം. മറ്റൊരാളുടെ വീട്ടിലും ഒരു വിളക്ക് തെളിയാൻ കൈത്താങ്ങാകുന്നതാണ് ഓണം. ആലപ്പുഴയിലെ 54 കുടുംബങ്ങൾക്ക് ആ വിളക്ക് തെളിയിക്കാൻ സുരേഷ് ഗോപി നൽകിയ 32 ലക്ഷം രൂപയുടെ കൈത്താങ്ങ് അതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തിക സഹായത്തേക്കാൾ വലുതാണ്. ശമ്പളം മുടങ്ങിയപ്പോൾ പ്രതീക്ഷയും മുടങ്ങാതിരിക്കാൻ നൽകിയ ഒരു കൈത്താങ്ങ്. ഓണം വാതിൽക്കൽ എത്തിയപ്പോൾ നിരാശയ്ക്ക് പകരം ആശ്വാസം നൽകിയ ഒരു ഇടപെടൽ. അധികാരത്തിനപ്പുറം മനുഷ്യനെ കണ്ട ഒരു നിമിഷം. ഇത്തരം ഇടപെടലുകളാണ് രാഷ്ട്രീയത്തിന് മനുഷ്യസ്പർശം നൽകുന്നത്. പ്രസംഗിക്കുന്ന നേതാക്കളെക്കാൾ ആവശ്യമുള്ള സമയത്ത് കൈപിടിച്ചുയർത്തുന്ന നേതാക്കളെയാണ് സാധാരണക്കാരൻ ഓർക്കുന്നത്. ആലപ്പുഴയിലെ ഈ കുടുംബശ്രീ ജീവനക്കാർക്കും സുരേഷ് ഗോപിയുടെ ഈ ഇടപെടൽ അത്തരമൊരു ഓർമ്മയായിരിക്കും. 5 മാസം ശമ്പളം കിട്ടാത്തവരുടെ കണ്ണീരിനിടയിലേക്ക് എത്തിയ 32 ലക്ഷം രൂപ അത് വെറും പണമല്ല, ഒരു ഓണക്കാലത്ത് 54 കുടുംബങ്ങൾക്ക് ലഭിച്ച പ്രതീക്ഷയാണ്. 5 മാസത്തെ ശമ്പള കുടിശ്ശിക ഒരു കണക്കിലെ തുകയല്ല. ഓരോ കുടുംബത്തിൻ്റെയും അടുക്കളയും വാടകയും കുട്ടികളുടെ ആവശ്യങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന പ്രതിസന്ധിയാണ്. ഓണത്തിന് മുമ്പ് ശമ്പളം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന ജീവനക്കാർക്ക് സുരേഷ് ഗോപിയുടെ അടിയന്തര ഇടപെടൽ വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ്. ഈ 54 ജീവനക്കാരുടെ ദുരിതവും സുരേഷ് ഗോപിയുടെ ഇടപെടലും സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത്തരം ഇടപെടലുകൾ കൂടുതൽ ഉണ്ടാകണമോ? കമന്റിലൂടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.